16ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരശ്ശീല ഉയർന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചിത്രമായി ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പ്രദർശിപ്പിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് തിരിതെളിഞ്ഞു. ഡോക്യുമെന്ററി രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മന്ത്രി എം ബി രാജേഷ് ബേഡി ബ്രദേഴ്സിന് സമ്മാനിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കൈരളി തിയേറ്ററിൽ റൗണ്ട് പെഗ് സംവിധാനം ചെയ്ത ഏണസ്റ്റ് കോൾ ലാസ്റ്റ് ആൻഡ് ഫൗണ്ട് ചിത്രം പ്രദർശിപ്പിച്ചു. ഈ വർഷത്തെ കാൻ മേളയിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ചിത്രമാണിത്. ദക്ഷിണാഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ ഏണസ്റ്റ് കോളിന്റെ കാഴ്ചയിലൂടെ കടുത്ത വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലത്ത് കറുത്ത വർഗ്ഗക്കാരുടെ ദുരിത ജീവിതം പകർത്തുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഈ മാസം 31 വരെയാണ് മേള നടക്കുക. ലോകത്തെ വിവിധ പ്രധാനപ്പെട്ട ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുക്കുകയും അംഗീകാരം നേടിയിട്ടുള്ള സിനിമകൾ കാണാനുള്ള അവസരം ഉണ്ടാകുന്നു. യുവ ചലച്ചിത്ര പ്രവർത്തകരുടെ പുതിയ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സമ്പന്നമായ ഒരു പാക്കേജാണ് ഇത്തവണ IDSFKയിൽ ഉണ്ടാവുക. തിരുവനന്തപുരത്തെ കൈരളി, ശ്രീ നിള തിയേറ്ററുകളിൽ 6 ദിവസങ്ങളായി നടക്കുന്ന മേളയിൽ 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.